ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. രാജ്യത്ത് മണിക്കൂറുകൾ തടസ്സപ്പെട്ട് ജിയോ നെറ്റ്വർക്ക്. ഉപഭോക്താക്കളുടെ വ്യാപക പരാതിക്കൊടുവിൽ തകരാർ പരിഹരിച്ച് ജിയോ. രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം സേവനദാതാക്കളായ ജിയോയുടെ നെറ്റ്വർക്ക് കേരളത്തിൽ ഉൾപ്പെടെ പ്രവർത്തനരഹിതമായി. ജിയോ മൊബൈൽ, ജിയോ ഫൈബർ സേവനങ്ങളിൽ തടസ്സം നേരിട്ടതായി നിരവധി ഉപഭോക്താക്കൾ ഡൗൺ ഡിറ്റക്റ്റിൽ പരാതിപ്പെട്ടു. തിങ്കളാഴ്ച ഉച്ച മുതലാണ് ജിയോ സേവനങ്ങൾ തകരാറിലായത്. ജിയോ നെറ്റ്വർക്ക് ഡൗൺ ആയതായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ നിരവധി പേർ പോസ്റ്റ് ചെയ്തിരിക്കുന്നതും കാണാം. ജിയോയുടെ മൊബൈൽ ഇന്റർനെറ്റ് ലഭ്യമല്ല എന്നായിരുന്നു കൂടുതൽ ഉപഭോക്താക്കളുടെയും പരാതി. മൊബൈൽ കോളുകൾ ലഭിക്കുന്നില്ല, ജിയോ ഫൈബർ തടസ്സപ്പെട്ടു എന്നിങ്ങനെയുള്ള ഉപഭോക്തൃ പരാതികളായിരുന്നു തൊട്ടുപിന്നാലെയുണ്ടായിരുന്നത്. കേരളത്തിൽ ജിയോ സേവനങ്ങൾ ലഭിക്കുന്നില്ല പരാതി എക്സിൽ നിരവധി കാണാം. അതേസമയം 2 മണിക്കൂറിനുള്ളിൽ തന്നെ സമാന്തര സംവിധാനത്തിലൂടെ ജിയോ തകരാർ പരിഹരിച്ചു. കേരളത്തിന് പുറത്ത് ഫൈബർ വിച്ഛേദിക്കപ്പെട്ടതാണ് സേവനം തടസ്സപ്പെടാൻ കാരണമെന്ന് ജിയോ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UPI ഇടപാടുകൾക്ക് ഇനി മുതൽ വേഗം കൂടും. ബാലൻസ് പരിശോധനയിലടക്കം കൂടുതൽ പരിഷ്കാരങ്ങൾ ഉടനുണ്ടാകുമെന്ന് NCPI. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് വഴിയുള്ള ഇടപാടുകൾ ഇന്നു മുതൽ വേഗത്തിലാകും. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാറ്റം ബാങ്കുകൾക്കും ഫോൺപേ, ഗൂഗിൾ പേ പോലുള്ള സേവനദാതാക്കൾക്കും ഉപകാരപ്പെടുമെന്ന് സർക്കുലറിലുണ്ട്. പണമയക്കൽ, ഇടപാട് പരിശോധിക്കൽ തുടങ്ങിയവയ്ക്ക് നിലവിൽ 30 സെക്കൻഡാണ് ആവശ്യം. ഇനി മുതൽ 15 സെക്കൻഡ് മതിയാകും. 30 സെക്കൻഡുകൾ എടുത്തിരുന്ന ട്രാൻസാക്ഷൻ റിവേഴ്സിന് ഇനി 10 സെക്കൻഡും 15 സെക്കൻഡിന് എടുത്തിരുന്ന അഡ്രസ് പരിശോധിക്കൽ ഇനി 10 സെക്കൻഡ് കൊണ്ടും പൂർത്തിയാകും. UPI ഇടപാടുകളുടെ സേവനം മെച്ചപ്പെടുത്തുന്നതിനായി ഫീഡ്ബാക്ക് സമയം കുറയ്ക്കാൻ പ്രവർത്തിക്കുന്നതിനായി NCPI 2025 ഏപ്രിൽ 26 പുറത്തിറക്കിയ സർക്കുലറിൽ പറഞ്ഞിരുന്നു. ഈ ക്രമീകരണങ്ങൾ സെൻട്രൽ ബാങ്കുകൾക്കും ഗുണഭോക്തൃ ബാങ്കുകൾക്കും ഫോൺപേ, ഗൂഗിൾ പേ, പേടിഎം പോലുള്ള പേയ്മെന്റ് സേവനദാതാക്കൾക്കും ഗുണം ചെയ്യുമെന്ന് NCPI പ്രസ്താവനയിൽ പറഞ്ഞു. ഓഗസ്റ്റ് മാസം മുതൽ മറ്റു ചില മാറ്റങ്ങളും രാജ്യത്തെ UPI ഇടപാടുകളിൽ നിലവിൽ വരും. ഒരു ദിവസം UPI ആപ്പ് വഴി 50 തവണ വരെയാകും ബാലൻസ് പരിശോധിക്കാൻ കഴിയുക. ഇതടക്കം ഏറെ പരിഷ്കാരങ്ങളാണ് രാജ്യത്തെ UPI ഇടപാടുകളിൽ വരാനിരിക്കുന്നത്. രാജ്യത്തെ ഓൺലൈൻ പണമിടപാടുകൾ കൂടുതൽ സുരക്ഷിതവും ലളിതവുമാക്കുന്നതിന്റെ ഭാഗമായാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുത്തൻ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ആഗോള സുരക്ഷാ വിമാനങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇൻഡിഗോ മാത്രം. എയർലൈൻ റേറ്റിംഗ്.com നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ശേഷം വിമാനയാത്രയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. ആകാശയാത്ര സുരക്ഷിതമല്ലെന്ന ഭീതി വളരാൻ എയർ ഇന്ത്യ വിമാനത്തിന്റെ തകർച്ച ഇടയാക്കി. വ്യോമയാന മേഖലയിൽ അപകടങ്ങൾ താരതമ്യേന കുറവാണെങ്കിലും മണിക്കൂറുകളോളം യാത്ര ചെയ്യുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ കൂടുതൽ ആശങ്കയുള്ളവരാകും. സുരക്ഷിത എയർലൈനുകളെ തിരഞ്ഞെടുക്കുന്നതിൽ വലിയൊരു വിഭാഗം യാത്രക്കാർ ശ്രദ്ധാലുക്കളാണ്. അത്തരം വിമാനങ്ങളിൽ ഇന്ത്യൻ കമ്പനികളുടെ എണ്ണം വിരളമാണ്. ആഗോളതലത്തിൽ സുരക്ഷിത വിമാനങ്ങളുടെ പട്ടികയിലെ ആദ്യത്തെ 20 എണ്ണത്തിൽ ഇന്ത്യയിൽ നിന്നുള്ളത് ഇൻഡിഗോ എയർലൈൻസ് മാത്രമാണ്. എയർലൈൻ റേറ്റിംഗ്.com നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. എയർ ന്യൂസിലാൻഡാണ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത്. ക്വന്റാസ് എയർ, കത്തായ് പസഫിക്, വിർജിൻ ഓസ്ട്രേലിയ, ANA, EVA എയർ, കൊറിയൻ എയർ, അലാസ്ക എയർലൈൻസ്, ടർക്കിഷ് എയർലൈൻസ്, TAP പോർച്ചുഗൽ, ഹവായ് എയർലൈൻസ്, അമേരിക്കൻ എയർലൈൻസ്, SAS, ബ്രിട്ടീഷ് എയർവേസ്, ഇബേറിയ, ഫിൻ എയർ, ലുഫ്താൻസ, JAL, എയർ കാനഡ തുടങ്ങിയവയാണ് പട്ടികയിൽ ഉൾപ്പെടുന്നത്. സുരക്ഷിതമായ ബജറ്റ് എയർലൈനുകളുടെ പട്ടികയിലാണ് ഇൻഡിഗോ ഇടം പിടിച്ചത്. ഗൾഫ് രാജ്യങ്ങളിലെ 3 കമ്പനികളാണ് സുരക്ഷിത വിമാനങ്ങളുടെ പട്ടികയിലുള്ളത്. ഖത്തർ എയർവേസ്, എമിറേറ്റ്സ്, ഇത്തിഹാദ് എന്നിവയാണവ. സുരക്ഷിതമായ ബജറ്റ് എയർലൈനുകളിൽ ഹോങ്കോങ് എക്സ്പ്രസ്, ജെറ്റ് സ്റ്റാർ, റയാൻ എയർ, EasyJet, ഫ്രോണ്ടിയർ എയർലൈൻസ് എന്നിവയാണ് ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ. ഈ പട്ടികയിൽ 19-ാം സ്ഥാനത്താണ് ഇൻഡിഗോ. വിമാന കമ്പനികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ സേവനങ്ങളുടെ ഗുണനിലവാരം വരെയുള്ള ഘടകങ്ങൾ പരിശോധിച്ചാണ് സുരക്ഷാ റേറ്റിംഗ് നൽകുന്നത്. വിമാനങ്ങളുടെ കാര്യക്ഷമത, യാത്രക്കാർക്കുള്ള അധിക സുരക്ഷ, പൈലറ്റുമാർക്കും മറ്റ് ജീവനക്കാർക്കും നൽകുന്ന പരിശീലനം, ആധുനിക എയർക്രാഫ്റ്റുകൾ, അപകടങ്ങളുടെ എണ്ണം തുടങ്ങിയ ഘടകങ്ങളാണ് പ്രധാനമായും പരിഗണിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മെറ്റ ഇന്ത്യയ്ക്ക് പുതിയ മേധാവി. അരുൺ ശ്രീനിവാസ് പുതിയ MD-ആയി ജൂലൈ 1-ന് ചുമതലയേൽക്കും.
ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ മാതൃകമ്പനിയായ മെറ്റയ്ക്ക് ഇന്ത്യയിൽ പുതിയ മേധാവി. അരുൺ ശ്രീനിവാസ് ആണ് മെറ്റയുടെ പുതിയ ഇന്ത്യ തലവനും മാനേജിംഗ് ഡയറക്ടറും. മെറ്റ ഇന്ത്യയെ നയിച്ചിരുന്ന സന്ധ്യ ദേവനാഥന് സൗത്ത് ഈസ്റ്റ് ഏഷ്യ മേഖലയുടെ അധിക ചുമതല കമ്പനി നൽകിയതോടെയാണ് അരുൺ ശ്രീനിവാസിനെ ഇന്ത്യയിലെ ഹെഡായി തിരഞ്ഞെടുത്തത്. നിലവിൽ മെറ്റയുടെ ഇന്ത്യയിലെ പരസ്യ വിഭാഗത്തെ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അരുൺ ശ്രീനിവാസ്. ജൂലൈ 1 അരുൺ ശ്രീനിവാസ് മെറ്റ ഇന്ത്യ MD-ആയി ചുമതലയേൽക്കും. മെറ്റയുടെ ഇന്ത്യയിലെ ബിസിനസ്, ഇന്നൊവേഷൻ, വരുമാനം തുടങ്ങിയ മേഖലകളുടെ മേൽനോട്ടം അരുൺ ശ്രീനിവാസ് വഹിക്കും. 2020 മെറ്റയിൽ ജോലിയിൽ പ്രവേശിച്ച ശ്രീനിവാസ് കമ്പനിയുടെ ഇന്ത്യയിലെ പരസ്യ വിഭാഗത്തിന്റെ ഡയറക്ടറും തലവനുമായിരുന്നു. AI, വാട്സപ്പ്, റീൽസ് എന്നിവയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ മെറ്റ ഏറെ മുന്നിലാണ്. മികച്ച പ്രകടനമുണ്ടാക്കുന്ന ടീമിനെയും ശക്തമായ ബിസിനസ് പങ്കാളികളെയും സൃഷ്ടിക്കുന്നതിൽ അരുൺ ശ്രീനിവാസിനുള്ള ട്രാക്ക് റെക്കോർഡാണ് അദ്ദേഹത്തെ മെറ്റ ഇന്ത്യയുടെ തലപ്പത്തേക്ക് തെരഞ്ഞെടുക്കാനുള്ള കാരണമെന്നും മെറ്റ ഇന്ത്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യ വൈസ് പ്രസിഡന്റ് സന്ധ്യ ദേവനാഥൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ വിവോ പുതിയ സ്മാർട്ട് ഫോൺ ഉടൻ തന്നെ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കും. ജൂൺ 20 Y400 സീരീസിലെ പുതിയ സ്മാർട്ട് ഫോണായ Y400 Pro ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് കമ്പനി അറിയിച്ചു. ടീസറിൽ ഡ്യുവൽ റിയർ ക്യാമറ ഫോൺ വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ സെഗ്മെന്റിലെ ഏറ്റവും നേർത്ത 3D ക്വാഡ് ഡിസ്പ്ലേ ഫോണാണ് ഇതെന്ന് കമ്പനി അവകാശപ്പെടുന്നു. 4500 നിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഫോണിനുള്ളത്. 8GB റാമിനും 8GB വരെ വെർച്വൽ റാമിനും പുറമെ 128GB 256GB ഓപ്ഷനുകളിലും ഫോൺ ലഭ്യമാണ്. 50MB സോണി IMX882 സെൻസറും 2MB അൾട്രാ സെക്കൻഡറി ക്യാമറയും സ്മാർട്ട് കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെന്റിനുള്ള ഓറ ലൈറ്റ് 32MB ഫ്രണ്ട് ക്യാമറ, പിന്നിൽ IR ബ്ലാസ്റ്റർ, 90 വാട്ട് ഫാസ്റ്റ് ചാർജിനുള്ള 5500 mAh ബാറ്ററി എന്നിവയും ഇതിൽ പ്രതീക്ഷിക്കുന്നു. ലോഞ്ചിന് ശേഷം ഫോൺ vivo.com, ഫ്ലിപ്കാർട്ട്, Amazon.in, ഓഫ്ലൈൻ സ്റ്റോറുകൾ എന്നിവയിൽ നിന്ന് ലഭ്യമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.